everybody. എല്ലാവർക്കും ITL World Junior Idol Season 2ന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. ITL World Junior Idol Season 2ന്റെ സെമി ഫൈനൽ സ്റ്റേജ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജഡ്ജസിനെ ആദ്യമായി നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ഇന്നത്തെ ഈ ഒരു കളർഫുൾ എപ്പിസോഡ് നമ്മൾ ബിഗിൻ ചെയ്യാൻ പോകുന്നത് മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദ വെരി സ്മാർട്ട് ആൻഡ് ചാർമിംഗ് ശ്രീഹരി. ശ്രീഹരി, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ആതിരവരവായി എന്ന സോങ്ങാണ് പാടുന്നത്. അപ്പൊ നന്നായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മംഗല്യഹാരം ദേവിക്കു ചാർത്താൻ മഞ്ജുസ്വരങ്ങൾ കോർത്തോരു ഹാരം ശ്രീരാഗമായി ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മറുകാലിൽ കരിനാഗക്കാൽ താളവും ഉൾപുളകം തുടികൊട്ടുന്നുവോ പാൽ തിരകൾ നടമാടുന്നുവോ കനലോ നിലാവോ ഉതിരുന്നുലകാകെ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു
ലോകമാകെയ്താ ശിവശക്തി താണ്ഡവം. തിരണധീം തനന തിരണധീം തനന ധിം ധിം ധിം. തരണധീം തിരണധീം തിരണനധീം. ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിങ്ങാലോലം അഴകൊടു കമലദളം നീട്ടുന്നു. ശ്രീഹരിക്കുട്ടാ, ചേച്ചി നമ്മുടെ മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞത്. യു ലിറ്ററലി ഡിഡ് സ്റ്റാൻഡ് ഔട്ട്. നന്നായിരുന്നു, നന്നായി എൻജോയ് ചെയ്ത് പാടി, അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്തു, എല്ലാം നന്നായിരുന്നു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ബിജേട്ടാ. ശ്രീഹരി സാർ നല്ലോണം പാടി പോനെ, അസലായിട്ട് പാടി. തുടർക്കഥ എന്ന് പറയുന്ന സിനിമയില് തമ്പി കണ്ണന്താനം ഡയറക്ട് ചെയ്ത സിനിമയിൽ SP വെങ്കടേഷ് ആണ് മ്യൂസിക് കമ്പോസർ. എഴുതിയതാരാ അറിയോ? ONV സാറാണ്. അദ്ദേഹം ഈ അതർ ലാംഗ്വേജ് മ്യൂസിക് കമ്പോസേഴ്സ് അല്ലെങ്കിൽ മലയാളികളല്ലാത്ത മ്യൂസിക് കമ്പോസേഴ്സിന്റെ റൗണ്ടിൽ അതിന്റെ സ്നേഹപൂർവ്വം മലയാളത്തിന് എന്ന് പറയുന്ന റൗണ്ടിലാണ് ഈ പാട്ട് മോൻ പാടിയത്. അസലായിട്ട് പാടി. SP വെങ്കടേഷിന്റെ ആദ്യത്തെ സിനിമ രാജാവിന്റെ മകനാണ്. അതിനുശേഷം അദ്ദേഹം പക്ഷെ തമ്പി കണ്ണന്താനത്തിന്റെ തന്നെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം കൂടുതൽ ബിസി ആയത്. കുഞ്ഞിക്കിളിയെ കൂടെ എവിടെ എന്ന് പറയുന്ന പാട്ടാണ് അദ്ദേഹത്തെ കൂടുതൽ ബിസി ആക്കിയത്. പിന്നീട് ഒരു വർഷം 25-ലേറെ സിനിമകൾ ചെയ്യുന്ന മ്യൂസിക് കമ്പോസറായി അദ്ദേഹം. ഒരുപാട് സിനിമകൾ അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു മ്യൂസിക് കമ്പോസറായിരുന്നു ആ സമയത്ത്. ഈ പാട്ടില് എനിക്ക് മോന്റെ പല്ലവി അനുപല്ലവിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചരണത്തിലാണ് കുറച്ച് മിസ്സിങ് വന്നത്. മോന് ബോധേഡായി. അത് തെറ്റ് പറ്റിയോ, ചെറിയ എന്തോ ഒരു മിസ്റ്റേക്കോ അല്ലേ, ചെറിയ എന്തോ മിസ്റ്റേക്കോ മൊത്തത്തിൽ ഞങ്ങളെയൊക്കെ ഒന്ന് നോക്കി. മോനെപ്പോഴും നോക്കാറുണ്ട്, പക്ഷെ അത് പോസിറ്റീവായിട്ടാണ് നോക്കാറില്ല. ഇപ്പൊ നല്ലൊരു സംഗതി പാടിയ ഞങ്ങളെ നോക്കാറുണ്ട്. ഇപ്പൊ തെറ്റ് പറ്റുമ്പോൾ ആദ്യമായിട്ടാണ് നോക്കിയത്. അപ്പൊ അതോടെ മൊത്തത്തിലൊരു ചെറിയൊരു കൊളാപ്സ് പോയി. വരി മറന്നുപോയതാണോ? മറന്നുപോയി. അങ്ങനെ കുറെ അപകടങ്ങൾ ചരണത്തിൽ പറ്റി. അതൊഴിച്ചു നിർത്തിയാൽ എനിക്ക് തോന്നുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മൊത്തം ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും 3 പേരും കൂടി ചേർന്നിട്ട് ചെയ്തത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ ചില 1-2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രുതി ചേരാത്തതിന്റെ ചില കാര്യങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ശ്രുതി ചില ഭാഗങ്ങളിൽ ഫ്ലാറ്റ് ആയി പോയി, ചിലത് ഷാർപ്പായി, അങ്ങനെ തോന്നി എനിക്ക് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ നല്ല ലയവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശ്രീഹരി ചേച്ചി, ഞാനത് പറയാൻ വന്നൊരു കാര്യം, അതായത് ഇങ്ങനെ നമ്മളെ നോക്കി പാടുന്ന മറ്റൊരു കുട്ടി ഉണ്ടാവില്ല കേട്ടോ. ഫുൾ അവിടെ നോക്കണേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. ആദ്യം തുടങ്ങുമ്പോ തൊട്ട് നല്ലൊരു സംഗതി പാടിയാലും തെറ്റിയാ കുറച്ച് 5 മിനിറ്റ് നേരം കൂടുതൽ നോക്കും. അല്ല ഇപ്രാവശ്യം വളരെ കൂളായിട്ടാ നോക്കിയതേ. അപ്പൊ എനിക്കതിന് സംശയമായി, തെറ്റിയതായിരുന്നോ? പക്ഷെ അതിന് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം വരി മറന്നുപോയി പപ്പ അടിക്കാണ്ട് അവിടെ ഒരു എന്താ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ. അതിനുശേഷം ചില പിള്ളേർ അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും ബാക്കി ആകെ വെപ്രാളമായി പോകും. ദൈവമേ, ഇതിൽ നിന്റെ മാർക്ക് ഇനി അറിയൂല്ലോ. നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മളത്
വെച്ചിട്ടാണെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ പാട്ട് നന്നായി പാടി മോനെ, നല്ല രസമുണ്ടായിരുന്നു. SP വെങ്കടേഷ് ഈണം നൽകി വളരെ മനോഹരം ഒരു ഗാനം. ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരുപാട് അനുപനെ സംശയം കാണും ഏത് പാട്ട് കൊടുക്കണമെന്ന് അല്ലെ. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു കൂടുതലും ഒരു പീരീഡിൽ അല്ലെ. ഒത്തിരി സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാലിൽ കാഞ്ചന അത് പാടിയത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉതിരുന്ന് ബാക്കി കഴിഞ്ഞ് മനസ്സിലായില്ല, ലലകാകെ എന്തോ കേട്ടു. കനലോ നിലാവോ ഉതിരുന്നുലകാകെ. അത്ര ക്ലിയർ ആയില്ലായിരുന്നു പാടിയപ്പോ. അപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീഹരി, SP വെങ്കടേഷ് എന്ന നമുക്ക് പ്രിയങ്കരനായ മറുനാട്ടിലെ ഒരു സംഗീതജ്ഞൻ, അദ്ദേഹം കേരളത്തിൽ വന്ന് നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മനോഹരമായ ഗാനങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ സെലക്ടഡ് സോങ് ആതിരവരവായി. ഈ പാട്ടിന്റെ പ്രത്യേകത, തുടർക്കഥ എന്ന സിനിമ സാമ്പത്തികമായി വലിയ ആയിരുന്നില്ലെങ്കിൽ കൂടിയും അതിലെല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. ആ കാലത്ത് ഒരുപക്ഷെ ഓഡിയോ അടക്കം ഒരുപാട് വിറ്റുപോയ ഒരു കാസറ്റാണ് തുടർക്കഥയുടെ. അതിൽ ഈ ഗാനത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ MG ശ്രീകുമാറിന് മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പാട്ടിന്. താങ്ക് യു റാൽഫിൻ ആൻഡ് രാജേഷ് ഭയ്യ വൺസ് അഗൈൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്ലാസിക്കൽ സോങ്ങിനെ അവർ വളരെ വ്യത്യസ്തമായ ഒരു ശൈലി സപ്പോർട്ട് ചെയ്തു. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ശ്രീഹരിയുടെ സിംഗിങ്ങും തീർച്ചയായിട്ടും നന്നായിരുന്നു. വെരി ഗുഡ് ഇറ്റ് വാസ്. ഫ്ലോസ് ഇവർ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാക്ക് മറന്നിട്ടും അതിൽ സംയമനം പാലിക്കുക എന്നുള്ളത്. അതായത് പരിഭ്രമിക്കാതെ കൂളായിട്ട് അതെല്ലാ സിംഗറും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ലൈവ് പാടുമ്പോൾ എപ്പോഴും വാക്കുകൾ കിട്ടിക്കോളണമെന്നില്ല. ഇൻഫാക്ട് ലിറിക്സ് മുമ്പിലുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ നമുക്ക് പാടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. പെട്ടെന്ന് നോക്കിയാൽ കാണൂല, ചിലപ്പോൾ കണ്ണ് വാക്കിൽ പതിക്കില്ല. അപ്പം അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ലൈവ് സിംഗിങ്ങിൽ വരും. മോൻ അത് കാര്യമാക്കാതെ വളരെ കൂളായിട്ട് തന്നെ പാടി. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് സൈൻ. ആൻഡ് എനിക്ക് ചെറിയ ഒരു സജഷൻ ഉള്ളത്, ഉലകാകെ എന്ന വാക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വിബ്രേറ്റോ ഉണ്ടായിരുന്നു, അതും മോൻ പരമാവധി കുറച്ചിട്ടുണ്ട്. സിംഗിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത്തരത്തിലുള്ള പാട്ടുകളിൽ അത് ഇനിയും ഒഴിവാക്കണം എന്നൊരു സജഷൻ ഉണ്ട്. ആയിഷ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോനെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ആയിഷ, താങ്ക്സ് എ ലോട്ട്. ആൻഡ് വൺസ് അഗൈൻ ഓൾ ദ വെരി ബെസ്റ്റ്. വിൽ വെയിറ്റ് ആൻഡ് വാച്ച് ദ റിസൾട്ട്. Thank you, Ralphin and Rajesh Bhaiya once again. God bless you. Thank you, Anubeta. We'll go for the marks. Anubeta, on 30. Monet 27.75 out of 30. Style, attitude and performance നന്നായിരുന്നു. 3.75 out of 4. Thank you, Anubeta. Rim ചേച്ചി 27.75. ഫീലിന് 2.75. താങ്ക് യു ചേച്ചി. വിചേട്ടാ ശ്രീഹരി 27.75 on 30 and 2.75 on 30. താങ്ക് യു വിചേട്ടാ. ശ്രീഹരിക്കുട്ടാ, യുവർ ടോട്ടൽ സ്കോർ ഈസ് 92.5 out of 100. ശ്രീഹരി, അടുത്ത പെർഫോമൻസ് ഇതിൽ ഉഷാറാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു റാൽഫൻ ചേട്ടാ. താജ് ചേട്ടാ.